സോ ഫസ്റ്റ് നമുക്കൊരു ഇൻട്രഡക്ഷൻ സെക്ഷൻ ആവാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാത്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ വർക്ക്ഷീറ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൽ ഡൗട്ട് ഉള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് നൗ. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോ ഡിസ്കഷൻ. ഓക്കെ, ഖദീജ പറയൂ, സംശയം ഉണ്ടെങ്കിൽ സ്വിച്ച് ഓൺ യുവർ മൈക്ക് ആൻഡ് സേ. Miss, fifth question ഉണ്ടല്ലോ. I dash ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ? I dash this car for 5 years. ഇതാണോ ക്വസ്റ്റ്യൻ? ഇതന്നെ ഇതില് 6th question. I dash this car for 5 years. Okay. Fifth question. I dash the car for 5 years. Have ന്റെ പാസ്റ്റ് ഫോം, അത് 6th ക്വസ്റ്റ്യൻ. ഹാവിന്റെ പാസ്റ്റ് ഫോം ആണ് ചോദിക്കുന്നത്. ഹാഡ്. I had this car for 5 years. Okay. Any other doubt? What is fourth one? He dash not his lunch yet. Eat എന്നുള്ളതാണ്. അപ്പൊ 2 ഡാഷുകൾ വരുന്നുണ്ട്. So what will be the answer? He has not eaten his lunch yet. He had not had his lunch yet. He has not eaten. Yes, exactly. He has not eaten his lunch yet. Miss, ഈ had എവിടെ ചേർക്കാന്ന് എങ്ങനെ മനസ്സിലാവുക? That is past. Have ന്റെ past form ആണ് had. Okay, ഇവിടെ had എന്ന് പറയുന്നത് verb ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഓക്സിലറി ആയിട്ടല്ല. ഹാഡിന് 2 യൂസേജ് ഉണ്ട്. ഹാവിനും ഹാഡിനും 2 യൂസേജ് ഉണ്ട്. ഒന്ന് വെർബായിട്ടും മറ്റൊന്ന് ഓക്സിലറി ആയിട്ടും. ഇവിടെ ഇപ്പൊ ഈ 6th വൺ എന്ന് പറയുന്നത് വെർബായിട്ടല്ല, വെർബായിട്ടാണ്, ഓക്സിലറി ആയിട്ടല്ല. അപ്പൊ പാസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഉണ്ട് എന്നുള്ളത് ഉണ്ടായിരുന്നു. സോ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നൊരു അർത്ഥമുണ്ട്. സോ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഹാഡ്. മാം, എല്ലാ ആൻസറും ഒന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ബട്ട് എവരിബഡി ഷുഡ് സ്വിച്ച് ഓഫ് യുവർ മൈക്ക്. ഓക്കെ. ആർക്കാണ് മ്യൂട്ട് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? അഭിനവ്. നിങ്ങളടുത്ത് വളരെ പൊളൈറ്റ് ആയിട്ട് ഗ്രൂപ്പില് നമ്മുടെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യുവർ മൈക്ക് ഷുഡ് ബി muted, otherwise I can't take the class. It's very difficult.
I hope you can see my screen. കാണാൻ Yes. പറ്റുന്നുണ്ടല്ലോ അല്ലേ? Okay. So I'll tell you the answers. Please listen. He dash read the whole book. അവൻ ആ ബുക്ക് കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട്. He has read the whole book. He has. They go to the park. They have gone to the park. He has not eaten his lunch yet. The cat has climbed onto the roof. ഇവിടെ സിക്സ്ത് വൺ നിങ്ങൾക്ക് വേണമെങ്കിൽ I have had this car for 5 years. ഹാവും ഹാഡും നിങ്ങൾക്ക് അതിനെ പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാൻ ഹാവ് എന്നുള്ളതിന് ഓക്സിലറി ആയിട്ടും അതിനെ ഒരു വെർബ് എന്നുള്ള ഫോമിൽ ഹാഡും യൂസ് ചെയ്യാം. I Hello, have ma'am. laughed. Ma'am. അതിനവിടെ ഇത് പറഞ്ഞിട്ടുള്ളല്ലോ ഇത് പറയില്ലല്ലോ പാസ്റ്റിലെ പ്രസന്റ് പെർഫെക്റ്റില് അപ്പൊ ഹാവും വേണ്ടല്ലോ. അല്ല ഇവിടെ എന്ത് സംഭവം എന്നറിയോ, ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിനെ ഇയേഴ്സ് പറഞ്ഞോണ്ട് അപ്പൊ അവിടെ ഹാസും ഹാവും വേണ്ടല്ലോ എന്ന് ചോദിച്ചാലേ. വേണ്ട വേണ്ട വേണ്ട, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് അവിടെ ടൈമും മെൻഷൻ ചെയ്തിട്ടുള്ളത്. അവന് 5 വർഷമായിട്ട് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് അവന്റെ കയ്യിൽ ഒരു കാർ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ മീനിങ്. ഓക്കെ. I dash animals since I was a little girl. I have laughed. It's not clear for me. Like എന്നല്ലേ ബ്രാക്കറ്റിലെ? Yes. I have liked the present perfect since we started learning it. Okay. എനിക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ ഞാൻ പഠിച്ചു തുടങ്ങിയത് മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. She has gone shopping with her mom. ഇവിടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ she has gone shopping. ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ ജെറൻഡ് ഫോം ആണ്, വെർബല്ല. ഗോ എന്നുള്ളതാണ് gone എന്നുള്ളതാണ് വെർബ്. So she has gone shopping. She has wanted to go to Europe for years. See, ഇവിടെ ഗോ എന്നുള്ളതും മറ്റൊരു ഫോമാണ്. ഐ മീൻ വെർബിന് 2 ഫോമുകൾ കൊടുക്കുന്നുണ്ട്. വാണ്ട് നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതാണ് വെർബായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ED വെച്ചിട്ട് കൊടുക്കേണ്ടത്. She has read the story. ഇനി റീഡിന്റെ 3 ഫോമുകള്. ഫസ്റ്റ് വൺ റീഡ്, സെക്കൻഡ് വൺ റെഡ്, തേർഡ് വൺ റീഡ്. V3 റീഡ് എന്ന് തന്നെയാണ്. പക്ഷെ ഈ 3 ഫോമിലും നമ്മൾ ഇത് എഴുതുന്നത് READ എന്ന് തന്നെയാണ് കേട്ടോ. 12. I have done my homework. Do എന്നുള്ളതിന് done എന്നാണ്. Do, did, done. I have done my homework. We have finished our project. Make, made, made. Third form made ആണ്. So she has made a cake. They have gone to the park. I have catch, caught, caught. Caught in the spelling CAUGHT. Caught. I have caught a cold. 17. We have do എന്നുള്ളത് done. We have done our homework. They have played saucer in the rain. James is a name. James. James has just buy എന്നുള്ള third form bought. Buy, bought, bought. BOUGHT. James has just bought a new car. We have finished our math lesson.
വളരെ ഈസിയാണ്. ഹാസ് ഓർ ഹാവ് ഇതിന്റെ മുമ്പിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആരുടെ കൂടെയാണ് ഹാസ്, ആരുടെ കൂടെയാണ് ഹാവ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ് I hope 18 പറയാമോ? എന്താണ്? Ma'am, യെസ്, ma'am, പറഞ്ഞോളൂ. പിന്നെ എനിക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് റഫ്ലി ഒന്ന് പറഞ്ഞുതരൂ. വാച്ച് ആപ്പ് ക്ലാസ് ഉണ്ട്. അത് ആപ്പിനകത്ത് ക്ലാസ് വളരെ പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ആപ്പില് ഞാൻ ആപ്പിൽ ഇപ്പൊ കണ്ടിട്ടേ ഉള്ളൂ. ഈ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഇട്ടിട്ടില്ല. വരും വരും വരും, ഡോണ്ട് വറി. അതല്ലേ? ക്ലാസ് വരും കേട്ടോ. ക്ലാസ് ഇട്ടണോ? ഓക്കെ. ബിക്കോസ് മോളൂസെ അതൊരു 5 minutes അല്ലെങ്കിൽ റഫ് ആയിട്ട് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മളൊരു മണിക്കൂർ കൊണ്ട് എടുത്ത കാര്യം 5 minute കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല ഇത് ക്ലാസ് ഇട്ടണോ? ഞാൻ കണ്ടണു. ക്ലാസ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ഓൺ ആപ്പ്. ഓക്കെ. ഓക്കെ. അതിന്റെ ഒന്നും കണക്റ്റീവ് ആയിട്ടല്ല ഇന്ന് പഠിപ്പിക്കുന്നത്. സോ ലിസൺ ടുഡേസ് ക്ലാസ്. ഓക്കെ. ഓക്കെ. മിസ് 18 ഒന്നും കൂടി പറയുമോ? Read the question. They dash sister in the rain. No, it's not clear. They dash sister in the rain. Wait. Speaker off, please. 18. They have played saucer in the rain. They have played. So listen. ഇതിന്റെ ഒന്നും കണക്ഷൻ ആയിട്ടല്ലാത്ത ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഇൻസിഡന്റ്, ഒരു സംഭവം. ലിസൺ ഓൾ ഓഫ് യു കെയർഫുള്ളി. ഓക്കെ. ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഒരു ത്രൂ ഔട്ട് കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെങ്ങനെ പറയും? ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരാൾ എന്നെ വന്ന് വിളിച്ചു. സപ്പോസ് എന്നെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് പറയും? നോ, എനിക്കിപ്പോ ഭക്ഷണം വേണ്ട, ബിക്കോസ് ഐ എം ടേക്കിംഗ് ക്ലാസ്. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, അല്ലെ? ഇപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് കഥകിൽ മുട്ടി. അപ്പൊ നിങ്ങൾ പറയുകയാണ്, നോ, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതുകയാണ്, ഞാൻ വായിക്കുകയാണ്, ഞാൻ സിനിമ കാണുകയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്ന ആക്ഷൻസ് ആണ്. ക്ലിയർ? അങ്ങനെയുള്ള കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്ന ആക്ഷൻസ് എങ്ങനെ പറയാം? അത് ഏത് ടെൻസിൽ പറയാം? അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റിനെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഡെലിവർ ചെയ്യാം? അതിന് നമുക്ക് പ്രസന്റിലും പറയണം, പാസ്റ്റിലും പറയണം, ഫ്യൂച്ചറിലും പറയണം. ഈ 3 രൂപത്തിലും നമുക്ക് കണ്ടിന്യൂസ് ടെൻസിനെ പറയണം. അതായത് പ്രസന്റിലും കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റിലും കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നിരുന്നു, ഫ്യൂച്ചറിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് 3 സെന്റൻസുകൾ, 3 ടൈപ്പ് ഓഫ് സെന്റൻസിനെയാണ് നമുക്കിന്ന് പഠിക്കാൻ. ഇതിൽ ഓരോന്നിനെയും നോക്കാം. ഓക്കെ. ഫസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ
ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഈസ്, ആർ, ആം. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ്. അക്കോർഡിംഗ് ടു ദ ഹെഡ്. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനനുസരിച്ചാണ് ഇതിൽ ആരെങ്കിലും ഒരാൾ ആഡ് ചെയ്യുന്നത്. പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം, അതിൽ ഒരു ING ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെർബിന്റെ ഒരു ഫസ്റ്റ് ഫോം, അതിൽ ING ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഞാൻ എന്നുള്ളതിന് ഐന്റെ കൂടെ ഇതിൽ ഈസ്, ആർ, ആം, അതിൽ ആര് വരും? ആം. നമുക്ക് എല്ലാവർക്കും അറിയാം ആം എന്നുള്ളത് ഐയുടെ കൂടെ മാത്രം വരുന്നൊരു ഓക്സിലറിയാണ്. ആം. സിംഗുലേഴ്സ് ആണെങ്കിൽ ഈസ് എന്നും പ്ലൂറൽസ് ആണെങ്കിൽ ആർ എന്നുമാണ് വരിക. അതും നമുക്കറിയാവുന്ന. സോ ഐ ആം, ഞാനിപ്പോ എന്താ നിങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പഠിപ്പിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ആക്ഷൻ ടീച്ചർ. അപ്പൊ ടീച്ച് എന്ന് കൊടുത്തു, ടീച്ചിന്റെ കൂടെ ING കൊടുത്തു. ടീച്ചിങ്. ഞാൻ എന്താ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ്. ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ്. നൗ ഞാനിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ് നൗ. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഇതിന് ഞാൻ മറ്റൊരു രീതിയിൽ പറയുവാണ്, ഐ ടീച്ച് ഇംഗ്ലീഷ്. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ. ഐ ടീച്ച്. പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അല്ല, പഠിച്ചു എന്നല്ല, പഠിക്കാറുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാറുണ്ട്. ഐ ടീച്ച് ഹിം ഇംഗ്ലീഷ് എന്നാണെങ്കിൽ പഠിപ്പിക്കാറുണ്ട്. ഞാൻ അവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി എന്നാണ്. ഇത് ടീച്ച്, പഠിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഐ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. ദാറ്റ് ഇസ് സിമ്പിൾ പ്രസന്റ്. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് കണ്ടിന്യൂസ് പ്രോസസ് ആയി. സോ ഐ ആം ടീച്ചിങ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? യു, നിങ്ങൾ. യുവിന്റെ കൂടെ ഈസ് ആണോ, ആർ ആണോ, ആം ആണോ? ആറ്. യു ആർ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ, ഓക്കെ. ലിസൺ എന്നുള്ളതാണ് വെർബ്. കേൾക്കുക എന്നുള്ളതിന് ലിസൺ. അതിൽ ING കൊടുത്തു. ലിസണിങ് ക്ലാസ്. നിങ്ങൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ് അല്ലെ. യു ആർ ലിസണിങ് ക്ലാസ്. ഇനി അവനിപ്പോ എന്താ അവിടെ ചെയ്യുന്നത്? ഹി ഈസ്, അവൻ സിനിമ കാണുകയാണ്. വാച്ചിങ് മൂവി. അവനിപ്പോ അവിടെ ചെയ്യുന്നത്, അവൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. സോ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അറ്റ് പ്രസന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 വേർഡുകൾ, പ്രസന്റിൽ ഉപയോഗിക്കുന്ന 3 വേർഡുകളാണ് ഈസ്, ആർ, ആം. ജസ്റ്റ് എ സെക്കൻഡ്. എന്താ ക്ലാസ് പ്ലൂറലാണ്, ഹാവ് പ്ലൂറലാണ്, ആറും ഹാവും പ്ലൂറലാണ്. Really sorry.
സോ ഐ, ആസ്, ആം, ആർ, ഈസ്, ഈ 3 വേർഡുകളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ ഓക്സിലറി വെർബിന്റെ കൂടെ എന്ത് ചേർത്ത് കൊടുത്താൽ മതി? നോട്ട്. നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഐ എം നോട്ട് ടീച്ചിങ് ക്ലാസ്, ഐ എം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. യു ആർ നോട്ട് ലിസണിങ് ക്ലാസ്, നിങ്ങൾ ഇപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ല. ഹി ഈസ് നോട്ട് വാച്ചിങ് മൂവി, അവൻ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയല്ല. ക്ലിയർ? ഇതൊക്കെ നമുക്ക് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. പ്രസന്റിൽ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ING ഫോം ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ ഓർ പ്രോനൗൺ വെച്ചിട്ട് നമ്മൾ സെന്റൻസ് തുടങ്ങുന്നു. പ്ലസ് ഈസ്, ആർ, ആം പ്ലസ് V1 plus ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ അല്ലേ? Yes, ma'am. യെസ് മാം. പ്രസന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പാസ്റ്റിലേക്കാണ് പോകുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റില് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ING ഫോം തന്നെയാണ്. നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ വെച്ചിട്ട് നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലസ് നേരത്തെ ഈസ്, ആർ, ആം ആണെങ്കിൽ ഇവിടെ വാസ്, were, അത്രേ വ്യത്യാസമുള്ളൂ. പ്ലസ് V1 plus ING. Clear? വളരെ സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ ഈസ്, ആർ, ആം ആയിരുന്നു. ഇപ്പൊ ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ വാസ്, വേർ എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പാസ്റ്റിൽ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എപ്പോ? നീ വന്നപ്പോ. ഒരു ഇൻസിഡന്റ് അവിടെ പറയും. ഈ പാസ്റ്റ് കണ്ടിന്യൂസിലെ 2 പാസ്റ്റുകളെ പറയും. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പാസ്റ്റുകളെ പറയും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ മൊബൈലിലാണ് ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? അല്ലേ? യെസ്. നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് അത്ര അർജന്റ് അല്ലാത്ത ഒരു ഫോൺ കോൾ വരുന്നു എന്ന് വിചാരിക്കാം ഈ ക്ലാസ്സിന്റെ ഇടയിൽ. നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് അത്ര അർജന്റ് അല്ലാത്ത ഒരു ക്ലാസ് വരുന്നു എന്ന് വിചാരിക്കാം. ഒരു കോൾ വരുന്നു എന്ന് വിചാരിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും? കോൾ കട്ട് ചെയ്യും. കോള് കട്ട് ചെയ്യും അല്ലേ? കോള് കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യും? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവരെ തിരിച്ചു വിളിക്കും. എന്നിട്ട് നിങ്ങൾ പറയും, എന്തിനാ വിളിച്ചേ? നീ വിളിച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നീ വിളിച്ചപ്പോൾ ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കോൾ എടുക്കാഞ്ഞത് എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു 2 സെന്റൻസ് ആണ്. ഈ 2 സെന്റൻസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കണം. ഇതിൽ ഏതാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ഇൻസിഡന്റ്?
അല്ലെങ്കിൽ നടന്ന സംഭവം? നീ വിളിച്ചതാണോ അല്ലെങ്കിൽ ഞാൻ ക്ലാസ് അപ്പൊ ഇതിനെ ഞാൻ സ്പ്ലിറ്റ്. വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 1, നീ വിളിച്ചപ്പോൾ. 2, നീ വിളിച്ചു എന്നുള്ളത് വരെ 1. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന വേർഡ് അപ്പോൾ. When. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ സെന്റൻസ് മേക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു കണക്റ്റീവ് വേർഡ് വരും. അപ്പോൾ എന്നുള്ളതിന് കണക്റ്റീവ് വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് when. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തുടങ്ങാം. നീ വിളിച്ചു എന്നുള്ളതും പാസ്റ്റ് ആണ്. അപ്പൊ അതും കഴിഞ്ഞില്ലേ? ആ വിളിച്ച സമയവും കഴിഞ്ഞില്ലേ? ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീടല്ലേ നമ്മൾ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ ഈ 2 ഇൻസിഡന്റും പാസ്റ്റ് ആണ്. 2 ഇൻസിഡന്റും കഴിഞ്ഞു. ഒരെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റിൽ, ഒരെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് നടന്നതും മറ്റൊരു ഒരു സെക്കൻഡ് ഓഫ് ഫ്രാക്ഷനിൽ നടന്ന ഇൻസിഡന്റുമാണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ഇൻസിഡന്റിനെയാണ് ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത്. അതിലാണ് നമ്മുടെ ടെക്നിക്കൽ വേർഡിനെ ഉൾപ്പെടുത്തുന്നത്. അതാണ് നമ്മുടെ ഓക്സിലറി ആയ വാസ് ഓർ വേറിനെ ഉൾപ്പെടുത്തുന്നത്. അതാണ് ഈ ഫസ്റ്റ്. ഐന്റെ കൂടെ വാസ് ആണോ വേറാണോ? ഐ വാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വെരി ഗുഡ്. ഐ വാസ് ലിസണിങ് ക്ലാസ്. അതൊക്കെ കട്ട് ചെയ്തിട്ടോ. ഐ വാസ് ലിസണിങ് ക്ലാസ്. ഇനി നമ്മുടെ കണക്റ്റീവ് വേർഡ് when. ഇനി അടുത്ത സെന്റൻസ് നമ്മൾ പറയാൻ പോകുന്നു. ഇനി അടുത്ത സെന്റൻസിൽ എന്തേ ഉള്ളൂ? നീ വിളിച്ചു. നീ എന്നുള്ളതിന് വിളിച്ചു. ഇത് ഏത് ടെൻസ് ആണ്? വിളിച്ചു സിമ്പിൾ പാസ്റ്റ്. when you called me, നീ എന്നെ വിളിച്ചപ്പോൾ I was attending class, or I was listening class, or I was taking class, or I was listening class when you called me. നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിലായിരുന്നു. ക്ലിയർ? അവൻ വന്നപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു. അവൻ വന്നപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു. ഒന്ന് പറഞ്ഞേ, ഇതിൽ ഏതാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന പ്രോസസ്? വെരി ഗുഡ്. നീ ഉറങ്ങുകയായിരുന്നു. അപ്പൊ ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്തു. നീ ഉറങ്ങുകയായിരുന്നു, പിന്നെ അവൻ വന്നു, പിന്നെ കണക്റ്റീവ് വേർഡ് അപ്പോൾ. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആരാണ് ഹെഡ്? സോറി, ആരാണ് നൗൺ ഓർ പ്രോനൗൺ? നീ. ഓക്കെ, യുവിന്റെ കൂടെ വാസാണോ വേറാണോ വരിക? You were ഉറങ്ങുകയായിരുന്നു. You were sleeping. ഇനി കണക്റ്റീവ് വേർഡ് അപ്പോൾ. ഇനി അവൻ വെരി ഗുഡ്. when he came. You were sleeping when he came. അവൻ വന്നപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു. ക്ലിയർ? സിമ്പിൾ അല്ലേ? എന്താണ്? എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? ഓ, തീർച്ചയായിട്ടും. ഇനി എന്താ പറയാ? മാം, ഒരു ഡൗട്ട്. ഇങ്ങനെ പറയാൻ പറ്റൂലേ? when he came you were sleeping. You were sleeping. പറയാം. അങ്ങനെയും when he came അങ്ങനെയും പറയാം. പക്ഷെ അവിടെ വരുമ്പോൾ
നമ്മൾ കെയിം എന്നുള്ളിടത്താണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞ പോലെ when he came you were sleeping ഇതല്ലേ പറഞ്ഞത്? യെസ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോ ഇത് ആദ്യം പറയുന്നതിന് അവസാനം, അവസാനം പറയുന്നതിന് ആദ്യം ആക്കിയില്ലേ? ആക്ച്വലി ഇത് ഇംഗ്ലീഷ് സ്ട്രക്ചർ അല്ല, ഇത് മലയാളം സ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്ന നീ വന്നപ്പോൾ, അവൻ വന്നപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു, അത് മലയാളത്തിന്റെ സ്ട്രക്ചർ ആണ്. പക്ഷെ നമുക്കങ്ങനെ എഴുതാം, കുഴപ്പമല്ല. പക്ഷെ എഴുതുമ്പോൾ ഈ ഫസ്റ്റ് കെയിമിന് ശേഷം കോമ നിർബന്ധമാണ്. ഓക്കെ. ക്ലിയർ? അപ്പൊ അത്തരം കൺഫ്യൂഷൻസ് ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് കേട്ടോ. ഇങ്ങനെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല, ബട്ട് കോമ നീഡഡ്. മിസ് ഈ കെയിം V2 അല്ലേ? എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ ഇനി നമ്മള് പറയാൻ പോകുന്നത് മറ്റൊരു എക്സാമ്പിൾ കൂടി. ഒരാൾ ചോദിച്ചു, ഒരു എക്സാമ്പിൾ കൂടി പറയുമോ? ഒരു മലയാളം പറഞ്ഞു തരുവാടാ ഈ ഒരു രീതിയിലുള്ളത്. എനിക്ക് മലയാളം കിട്ടുന്നില്ല. എഴുതുകയായിരുന്നു. ഓക്കെ, എന്തെഴുതുകയായിരുന്നു? ലെറ്റർ. ഓക്കെ, എപ്പോ? അവൾ വന്നപ്പോൾ അല്ലെങ്കിൽ അവൾ വിളിച്ചപ്പോൾ. ഭക്ഷണം കഴിക്കുകയായിരുന്നു. നമുക്ക് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഓക്കെ, മനു കുറച്ച് സിമ്പിൾ വേണ്ട, ടൈറ്റ് ആയിക്കോട്ടെ. അനുവിനോട് അടി അത് രണ്ടും കണ്ടിന്യൂസ് ആവും, അപ്പൊ അത് വേണ്ട. മനു നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. മനു അനുവിനെ അടിച്ചപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ഇൻസിഡന്റ്? ഫുഡ് കഴിക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, I was having my food. I was eating അല്ലെങ്കിൽ having എന്നൊക്കെ പറയാം. I was eating my food. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ when എപ്പോഴാ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്? മനു അനുവിനെ അടിച്ചപ്പോൾ. മനു അനുവിനെ അടിച്ചു. when മനു beats beaten. ബീറ്റിന്റെ സെക്കൻഡ് ഫോം എന്താ? ഐ ഹാവ് എ സ്മോൾ ഡൗട്ട്. സ്ലാപ്പ് എന്ന് പറയാം നമുക്ക്. ഇപ്പൊ ഒരാൾ ബീറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ബീറ്റിന്റെ സെക്കൻഡ് ഫോം നോക്കാം. ബീറ്റൺ എന്നാണോ? ബീറ്റ് തന്നെയാണ്. ഓക്കെ, സോ വെൻ മനു beat അനു. ഓക്കെ, മനു അനുവിന് ഇനി നമുക്ക് സ്ലാപ്പ് എന്നും പറയാം കേട്ടോ. ബീറ്റിന് പകരം സ്ലാപ്ഡ് എന്നുള്ള രീതിയിലും പറയാം. അപ്പൊ മനു അനുവിനെ അടിച്ചപ്പോൾ
അപ്പോൾ എന്നുള്ളതിന് നമ്മൾ വെൻ എന്ന് ചേർത്തു. ഐ വാസ് ഈറ്റിംഗ് മൈ ഫുഡ്. ഞാൻ എന്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഈറ്റിംഗ് മൈ ഫുഡ്. ക്ലിയർ? ഇനി ഇതിനൊരു എക്സാമ്പിൾ വേണ്ടാന്ന് വിചാരിക്കും. ഹലോ മാം, പറയൂ. ഈ വാസ് വേറെ അങ്ങനെ സിംഗുലർ പ്ലൂറൽ അങ്ങനെ ഉണ്ടോ? യെസ്, അതായത് സിംഗുലറിന്റെ കൂടെ വാസ്. കളർ മാറ്റും. ആ കളർ മാറ്റിയാവോ? ഈ ബ്ലൂ കളർ അത്ര ഇതാവുന്നില്ല. ഇതോ? ഓക്കെ, വേറെ എല്ലാ കളറും ഓക്കെ. ഓക്കെ, ഞാൻ നിങ്ങളുടെ കണ്ണിനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ കളർ മാറ്റിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, സിംഗുലർ വാസ്, പ്ലൂറൽ വർ. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾക്കിപ്പോ മുതിർന്ന ആളുകളാണെങ്കിൽ പോലും ചെറുപ്പത്തില് ടൂറ് പോയിട്ടുണ്ടാവുമല്ലോ അല്ലെ, സ്കൂളിൽ നിന്നൊക്കെ. അപ്പോ ഈ ടൂർ പോകുന്ന ദിവസമാണോ ഏറ്റവും ഭംഗി, അതോ ടൂർ പോകുന്നതിന്റെ തലേ ദിവസമാണോ? തലേ ദിവസം. എക്സൈറ്റ്മെന്റിലായിരിക്കും. അപ്പൊ എന്തായിരിക്കും ഈ തലേ ദിവസം രാത്രി കിടന്ന ഉറക്കം വരില്ല അല്ലെ? ഇല്ല മാം. എന്താ അതിന്റെ കാരണം? നമ്മൾ എന്തൊക്കെ ചിന്തിക്കായിരിക്കും? ഇപ്പൊ നമ്മളൊരു വാട്ടർ തീം പാർക്കിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് അയ്യോ നാളെ ഈ സമയം, നാളെ ഞാൻ രാവിലെ എന്റെ സ്കൂളിലെത്തും, എന്നിട്ട് നാളെ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിക്കായിരിക്കും, നാളെ ബസ്സിൽ മൊത്തം ഫ്രണ്ട്സിന്റെ കൂടെ ഡാൻസ് കളിക്കുകയായിരിക്കും, പിന്നെന്താ നാളെ ചെയ്യാ, നാളെ ഞാൻ കൊറേ റൈഡുകളിൽ കയറുമായിരിക്കും അല്ലെ. അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ തലേ രാത്രി ഉറങ്ങാൻ പറ്റാത്തത്. അപ്പോ ഈ നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്നെങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. ഫ്യൂച്ചർ വളരെ സിമ്പിൾ ആണ്. ഇവിടെ അങ്ങനെ വാസ്, വേർ, ഈസ്, ആർ, ആം അങ്ങനെ ഒരുപാട് കാറ്റഗറി ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ വേർഡേ ഉള്ളൂ, വിൽ ബി. വിൽ ബി പ്ലസ് V1 പ്ലസ് ING. വെർബിന്റെ കൂടെ ING ഫോം വിൽ ബി എന്ന് ആഡ് ചെയ്യുന്നു. അത് നൗൺ ഓർ പ്രോനൗൺ ഏത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ വിൽ ബി എന്നുള്ളതാണ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഞാന് ഞാൻ റൈഡുകളിൽ ഞാൻ എന്ത് ചെയ്യായിരിക്കും? ഓക്കെ, റൈഡുകളിൽ കളിക്കുകയായിരിക്കും. ഐ വിൽ ബി പ്ലേയിങ് ഓൺ റൈഡ്സ്. ഞാൻ റൈഡുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എപ്പോ? നമുക്കുള്ള സമയം കൊടുക്കാം. ടുമോറോ, നാളെ ഈ സമയം അല്ലെ. നാളെ ഈ സമയത്ത് ഞാൻ റൈഡുകളിൽ കളിക്കുകയായിരിക്കും. ഇനി ഇപ്പൊ ഒരാള് നമ്മളെടുത്ത് അങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അടുത്ത വർഷം എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, അടുത്ത വർഷം ജോയിൻ ചെയ്യോ? അപ്പൊ പറയാണ് ഐ വിൽ ബി working in Dubai next year. അയ്യോ, അടുത്ത വർഷം ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ എനിക്ക് കഴിയില്ല, ബിക്കോസ് ഐ വിൽ ബി വർക്കിംഗ് ഇൻ ദുബായ്. ഞാൻ ദുബായിൽ ജോലി ചെയ്യുകയായിരിക്കും. ക്ലിയർ? അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലൈഫിൽ അംബിഷൻസ് ഇല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യുകയായിരിക്കും, ഇങ്ങനെ ചെയ്യുകയായിരിക്കും. നമ്മൾ ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്.
അപ്പൊ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുകയായിരിക്കും അടുത്ത മാസം, അല്ലെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അംബിഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് പറയൂ. നമുക്കതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കാം. അടുത്ത വർഷം ഡിഗ്രിക്കായിരിക്കും. Okay. Next year I'll be completing my degree. Very nice. അപ്പൊ ഈ നെക്സ്റ്റ് ഇയർ എന്നുള്ളത് ഫസ്റ്റ് പറയരുത് കേട്ടോ. Okay. ടൈം നമ്മൾ എപ്പോഴും ലാസ്റ്റിലാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് ഇയർ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴാണ് അടുത്ത വർഷം വെച്ചിട്ട് നമ്മൾ തുടങ്ങുന്നത്. അത് മലയാളത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് പറയുമ്പോ അതിന്റെ ഒരു റീസൺ മലയാളത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ മോഡിലേക്ക് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. ആക്ച്വലി ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷിന് ഇംഗ്ലീഷിന്റേതായ സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല. യു ക്യാൻ പുട്ട് എ കോമ. ഒരു കോമ ഇട്ട് കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് അവിടെ ക്ലിയർ ആയി. പക്ഷെ അത്തരം പങ്ക്ച്വേഷൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ഇടാൻ മറന്നുപോകും. സോ ബെറ്റർ ഈ ഇംഗ്ലീഷ് സ്ട്രക്ചർ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയി. So I'll be studying or I'll be completing my degree next year. I will be completing my degree next year. ഞാൻ എന്റെ ഡിഗ്രി അടുത്ത വർഷം കംപ്ലീറ്റ് ചെയ്യുകയായിരിക്കും. ബിക്കോസ് അപ്പൊ അങ്ങനെ കല്യാണത്തിന് will you marry me എന്നൊരാൾ ചോദിക്കുകയാണ്. അപ്പൊ സോറി, I have to complete my degree. So I'll be completing my degree next year. So after that we can commit. അല്ലെ, എന്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. സോ ആ രീതിയിൽ നമ്മൾ പറയുന്നു. അപ്പൊ അടുത്ത വർഷം ഞാൻ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. കല്യാണത്തിന് പറ്റില്ല. ഓക്കെ, ഇനി മറ്റൊരു വേറെ ആരെങ്കിലും എന്തെങ്കിലും? അടുത്ത വർഷം ഞാൻ നഴ്സിംഗ് കോഴ്സ് ആയിരിക്കും. അടുത്ത വർഷം ഞാൻ നഴ്സിംഗ് കോഴ്സ് ചെയ്യുമായിരിക്കും. ഓക്കെ, I'll be doing my nursing course. I'll be doing my nursing course next year. Okay, nice. Any other opinion? Any other goal? മറ്റേ നിങ്ങളുടെയൊക്കെ ലക്ഷ്യങ്ങൾ പറയൂ. അടുത്ത വർഷം ഞാനൊരു ടീച്ചർ ആയിരിക്കും. I'll be working as a teacher next year. അപ്പൊ ഞാനൊരു ടീച്ചർ ആയിരിക്കും എന്ന് പറയുമ്പോൾ I will be a teacher next year എന്ന് മതി. അപ്പൊ നമ്മൾ അതിനെ ഒരു വെർബ് കൂടെ ആഡ് ചെയ്യുമ്പോൾ I will be working as a teacher next year. ഇത് റെക്കോർഡ് ഉണ്ടാവില്ല, ക്ലാസ് കൂടാൻ പറ്റില്ല. ഉണ്ടായിരിക്കും കേട്ടോ, റെക്കോർഡ് ഉണ്ടായിരിക്കും. സോ ഐ ഹോപ്പ് ഈ 3 സെക്ഷനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂസ് ടെൻസുകളാണ്. നിങ്ങൾ തസ്നി പ്ലീസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വെർബ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണോ എന്നുള്ളത് മാത്രമാണ് ചെക്ക് ചെയ്യേണ്ടത്. കുറെ സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കണ്ടിന്യൂസ് ടെൻസുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് പ്രസന്റിലാണെങ്കിൽ ഈസ്, ആർ, ആം പ്ലസ് V1 പ്ലസ് ING. അത് പാസ്റ്റിലാണെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് V1 പ്ലസ് ING. അത് ഫ്യൂച്ചറിലാണെങ്കിൽ വിൽ ബി പ്ലസ് V1 പ്ലസ് ING. ഈസി അല്ലേ? Yes. Okay, my dears. So thank you so much. We can meet on tomorrow with another class.